ബഹിരാകാശ പരിവേഷണത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് പറയുന്നത് റോക്കറ്റുകളാണ്. കാരണം ഭൂമിക്ക് പുറത്തുള്ള സ്പേസ്, അതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, മറ്റു ഉപഗ്രഹങ്ങൾ, സൂര്യൻ, അങ്ങനെ തുടങ്ങി എല്ലാവിധ പഠനങ്ങൾ നടത്തുന്നതിനും നമുക്ക് ആദ്യം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബഹിരാകാശ രംഗത്തെ വളർച്ച എവിടെ നിന്നു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആദ്യത്തെ വിജയകരമായിട്ടുള്ള റോക്കറ്റ് ഭൂമിക്ക് പുറത്തെത്തി അവിടെ ഒരു സ്പേസ് ക്രാഫ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിനെയോ സ്ഥാപിക്കുമ്പോഴാണ് നമ്മുടെ ബഹിരാകാശ രംഗത്തുള്ള നേട്ടങ്ങൾ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബഹിരാകാശ പഠനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് ഒരു വാഹനത്തെ ഒരു റോക്കറ്റിൻ്റെ സഹായത്തോടെ ഭൂമിക്ക് പുറത്ത് എത്തിച്ചുകൊണ്ട് ആ ഒരു പദ്ധതി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ജയർസ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പോലും ഒരു റോക്കറ്റ് വിക്ഷേപണം വിജയകരമാകുമ്പോൾ മിഷൻ ഏകദേശം 50% പുറത്ത് വിജയമായി എന്ന് പറയാറുണ്ട്. ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ വാഹനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വസ്തുവിനെ ചുമക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെയും പരിവേഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷം പഠിക്കുക, ഭൂമിയുടെ കാലാവസ്ഥ, അതുപോലെ തന്നെ സ്പൈ സാറ്റലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഡിസാസ്റ്ററുകൾ കണ്ടുപിടിക്കുന്നത്, അതുപോലെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉപഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ഭൂമിക്ക് തന്നെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പിന്നീടുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രനെ പറ്റി പഠിക്കുക, അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ഉത്ഭവം, ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തുക, മറ്റ് ഗ്രഹങ്ങളുടെ സാഹചര്യങ്ങളെ പറ്റി പഠിക്കുക. ഈ ഒരു മേഖലയിലാണ് റോക്കറ്റ് സയൻസും പ്രധാനമായിട്ടും സ്പേസ് എക്സ്പ്ലോറേഷനും പടർന്ന് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം ജനിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഒരു റോക്കറ്റിൻ്റെ വിക്ഷേപണമാണ്. സെക്കൻഡോളം മാത്രം നമുക്കൊരു റോക്കറ്റിൻ്റെ വിക്ഷേപണം കാണാൻ സാധിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്നും അത് മറഞ്ഞു പോകുന്നു. പിന്നെ എന്താണ് സംഭവിക്കുക എന്നറിയുന്നത് ആ ഒരു ബഹിരാകാശ ഏജൻസിയുടെ ഓഫീസിനകത്തിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് കമ്പ്യൂട്ടറിൽ നോക്കി മാത്രമാണ്. അവർ പറയുന്നു മിഷൻ വിജയകരമാണ്, ഇന്നതൊക്കെ സംഭവിച്ചു, സിഗ്നൽ കിട്ടി തുടങ്ങി, ചിത്രം എടുത്തു തുടങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു ബഹിരാകാശ ഗവേഷണത്തിൽ നമ്മുടെ കണ്ണിലുള്ളത് റോക്കറ്റിൻ്റെ അസംബ്ലി, റോക്കറ്റ് സെറ്റ് ചെയ്തിട്ട് ലോഞ്ച് പാടി കൊണ്ടുവന്ന് കൃത്യസമയത്ത് കൗണ്ട് ഡൗൺ ചെയ്തതിന് ശേഷം അതിനടിഭാഗത്ത് നിന്ന് എൻജിൻ ജ്വലിപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു 7-8 മിനിറ്റോളം മാത്രമാണ് നമുക്ക് ആ ഒരു റോക്കറ്റിൻ്റെ ചലനം കാണാൻ പരമാവധി സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്, എന്താണ് റോക്കറ്റ് സയൻസ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് റോക്കറ്റുകളുടെ ഘടന നോക്കാം. നമ്മളെല്ലാവരും പരമ്പരാഗതമായി വിശ്വസിക്കുന്നത് പോലെയുള്ള ആകൃതി തന്നെയാണ് ഇന്ന് വരെയും റോക്കറ്റുകൾക്കുള്ളത്. ആദ്യം ഏറ്റവും താഴെ ഭാഗത്തായിട്ടൊരു ബെല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു നോസിലുണ്ട്. കൺവെർജിങ് ഡൈവേർജിങ് നോസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് പ്രധാനമായിട്ടും തീയും പുകയും പുറത്തേക്ക് വരുന്നത് ലോഞ്ച് ചെയ്യുമ്പോൾ. അതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടുള്ള ഒരു വലിയ ഏരിയ, ഒരു വലിയ സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള അലുമിനിയം കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ കോട്ട് ചെയ്തൊരു വലിയ ഏരിയയ്ക്കകത്ത് ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധന ടാങ്ക് എന്ന് പറയുന്നു. ഈ ഇന്ധന ടാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇന്ധന ടാങ്കിനേക്കാൾ വലിപ്പത്തിൽ ഓക്സിഡൈസർ ടാങ്ക് ഉണ്ട്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ജെറ്റ് എഞ്ചിനും അതുപോലെ തന്നെ മറ്റ് എഞ്ചിനുകളും ഒക്കെ പ്രവർത്തിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ സഹായത്തോടെയാണ്. എഞ്ചിനകത്ത് തീ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. തീ കത്തുവാൻ ഓക്സിജൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസർ, ഒരു റിയാക്ഷൻ നടത്തുവാനുള്ള ഓക്സിഡൈസർ ആവശ്യമാണ്. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്ത് രാസപ്രവർത്തനം നടന്നാലും, എന്ത് തീ കത്തലുണ്ടായാലും അവിടെ ഓക്സിജൻ ആവശ്യം പോലെ ലഭ്യമുണ്ട്. പക്ഷേ ബഹിരാകാശത്തേക്ക് പോകുന്തോറും ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നുള്ള ലഭ്യത കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത്, എഞ്ചിൻ്റെ അകത്ത് ജ്വലനം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ തീ കത്തണമെങ്കിൽ നമ്മൾ കുറച്ച് ഓക്സിഡൈസർ ഈ ഇന്ധന ടാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം ഇന്ധന ടാങ്കിനേക്കാൾ വലിപ്പമാണ് സാധാരണ ഓക്സിഡൈസറുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട ടാങ്കുകൾക്ക് മുകളിലായിട്ട് ഓരോ സ്റ്റേജിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഫ്യൂൽ ടാങ്കും ഓക്സിഡൈസർ ടാങ്കും ഉണ്ടായിരിക്കും. ചില റോക്കറ്റുകൾക്ക് 2 സ്റ്റേജ് റോക്കറ്റാണെന്ന് നമ്മൾ കേൾക്കാറുണ്ട്, ചിലത് 3 സ്റ്റേജ് ആണെന്ന് കേൾക്കാറുണ്ട്, ചിലത് ക്രയോജനിക് ആണെന്ന് കേൾക്കാറുണ്ട്. ഇത്തരത്തിൽ ഇന്ധന ടാങ്കും ജ്വലനവും നടക്കുന്ന ആ ഒരു സ്റ്റോറേജും കഴിഞ്ഞ് മുകൾ ഭാഗത്തായിട്ടാണ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, റോക്കറ്റുകൾ നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. മുകളിലേക്ക് കുത്തനെ പൊങ്ങിപ്പോകുന്ന റോക്കറ്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനും അതിൻ്റെ ആ ഒരു ആൾട്ടിറ്റ്യൂഡും മറ്റ് കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയുന്നതിനും ക്യാമറ പ്രവർത്തിക്കുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണ് നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ കമ്പ്യൂട്ടറുകളാണ്.
അവിടെ ആർട്ടിഫിഷ്യലായിട്ടും അതുപോലെ തന്നെ മാനുവലായിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, ഡാറ്റകൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുന്ന കമ്പ്യൂട്ടറുകളാണ് ആ നാവിഗേഷൻ സിസ്റ്റത്തിൽ ഇരിക്കുന്നത്. അതിൻ്റെ സിഗ്നലുകൾ അനുസരിച്ച് കൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിനുകൾ ആവശ്യാനുസരണം പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ ഭാഗങ്ങൾ വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ മുകളിൽ കുന്തമുന പോലെ ഇരിക്കുന്ന മുകൾ ഭാഗത്തായിട്ട് ആ ഒരു കോട്ടിങ്ങിൻ്റെ അകത്താണ് നമ്മുടെ ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് അതിൻ്റെ സാധനം ഇരിക്കുന്നത്. അതൊരു പക്ഷേ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കാം, എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കാം, ചൊവ്വയിലോ ചന്ദ്രനിലോ ഒക്കെ ലാൻഡ് ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കാം, ഒരു സാറ്റലൈറ്റ് ആയിരിക്കാം, ഭൂമിയെ ചുറ്റുന്ന ഒരു വലിയ സാറ്റലൈറ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള വലിയ വലിയ സ്പേസ് സ്റ്റേഷനുകളിലേക്ക് അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാർഗോ കൊണ്ടുപോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പേടകമായിരിക്കാം, ഒരു വലിയ പെട്ടിയായിരിക്കാം, മനുഷ്യനെയും വഹിച്ചുകൊണ്ട് അത് അവിടെ എത്തിക്കുന്ന ഒരു പെട്ടിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധാവശ്യങ്ങൾക്കാണെങ്കിൽ അതൊരു ആണവ ആയുധമായിരിക്കുവാനും സാധ്യതയുണ്ട്. ഈ മിസൈലുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുതരം റോക്കറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോക്കറ്റിന്റെ ഘടനയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എന്ത് വച്ചിരിക്കുന്നു എന്നുള്ളത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റോക്കറ്റുകൾ ലോഞ്ചിങ് പാഡിൽ നിന്നും കുതിച്ചുയരുന്നതിനുള്ള തത്വമാണ്. എല്ലാവരുടെയും ഒരു സംശയമാണ്, വായുവില്ലാത്ത ശൂന്യതയിൽ എങ്ങനെയാണ് റോക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമമാണ്. എല്ലാ ആക്ഷനും, എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നാണ് ന്യൂട്ടൻ പറഞ്ഞത്. ആഗോള നിയമമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ഒരു കമ്പസ്റ്റൻ ചേംബറിനകത്ത് ഉണ്ടാകുന്ന തീ, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവലും ഓക്സിഡൈസറും ചേർന്നുണ്ടാകുന്ന തീയുടെ ഫലമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആ ഒരു വ്യാസം കൂടുതൽ, ഗ്യാസിന്റെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസിന്റെയും അതുപോലെ തന്നെ പുകയുടെയും എല്ലാം ചൂട് കൂടിയതിന് ശേഷം അതിശക്തമായിട്ട് അത് പുറത്തോട്ട് തെറിക്കുകയാണ്. നമ്മളൊരു ബലൂണ് പെരുപ്പിച്ചതിന് ശേഷം കൈവിടുമ്പോൾ അത് കാറ്റിന്റെ ഓപ്പോസിറ്റ് പോകുന്ന പോലെ ഈ തീക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനിലുണ്ടാകുന്ന ആ ഒരു തീ പിടിക്കുന്ന ബലത്തിന് എതിർഭാഗത്തേക്ക് അതിശക്തമായിട്ട് റോക്കറ്റ് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതവിടെ വായുവിലല്ല ബലം കൊടുക്കുന്നത്, അതിശക്തമായിട്ട് പുറത്തേക്ക് തെറിക്കുകയാണ്. ഈ തെറിക്കുന്നതിന്റെ ഫലമായിട്ട് ആ വെലോസിറ്റി ഒരു മൊമെന്റം, ഒരു ആക്കം കൊടുക്കുകയാണ്, ഒരു വലിയ ഇമ്പൾസ് റോക്കറ്റിലേക്ക് കൊടുക്കുകയാണ്. വളരെ ചെറിയ സമയത്തുണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള വെലോസിറ്റി മൂലം കിട്ടുന്ന ഇമ്പൾസ് അല്ലെങ്കിൽ മൊമെന്റമാണ് റോക്കറ്റുകളെ അതിശക്തമായിട്ട് മുകളിലേക്ക് ചലിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തീ കത്തൽ ശൂന്യാകാശത്ത് സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്സിഡൈസറും ഫ്യൂവലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ശൂന്യാകാശത്ത് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓക്സിഡൈസറുടെ സഹായത്തോടെ എഞ്ചിൻ ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ബേണിംഗ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ട്രാപ്പ് ബൂസ്റ്റർ ഉണ്ട്. ഒരു സോളിഡ് സ്ട്രാപ്പ് ബൂസ്റ്ററുകൾ പ്രധാനമായിട്ടും റോക്കറ്റുകളുടെ ചുറ്റിലും നമുക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് ഒരു പ്രധാനപ്പെട്ട റോക്കറ്റിന് പുറമെ സൈഡിലായിട്ട് 3 or 4 ഒക്കെ സബ് ബൂസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇന്ത്യയുടെ PSLVയിലും GSLVയിലും എല്ലാം ഇതുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്റ്റേജാണ്. നല്ല ഗുരുത്വാകർഷണ ബലവും അതുപോലെ തന്നെ ഇത്രയും ഫ്യൂവലിന്റെയും ഓക്സിഡൈസറുടെയും ഭാരം ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ടൺ കണക്കിന് കിലോഗ്രാം ഭാരത്തെയാണ് ഇവിടെ നിന്ന് ഉയർത്തേണ്ടത്. അപ്പോൾ ലോഞ്ചിങ് പാഡിൽ നിന്ന് ഉയരുന്ന സമയത്ത് തന്നെ അതിശക്തമായിട്ടുള്ള വെലോസിറ്റി കൈവരിക്കാൻ റോക്കറ്റുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തേക്ക് പോകുന്നതിനുള്ള എക്സ്ട്രാ ത്രസ്റ്റ് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രാപ്പ് ബൂസ്റ്ററുകൾ യൂസ് ചെയ്യുന്നത്. ഇവ വളരെയധികം ശക്തിയോടെ ജ്വലിച്ച് ഒരു പ്രത്യേക ഉയരത്തിൽ എത്തിയതിനു ശേഷം ഇന്ധനം തീരുമ്പോൾ അതിൽ നിന്ന് വേർപെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഇന്ധന ടാങ്ക് അവിടെ നിന്ന് വേർപെടുന്നു, അടുത്ത റോക്കറ്റ് സ്റ്റേജിൽ വരുന്നു. അവിടെയൊക്കെയാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം നല്ല ഉയരത്തിൽ എത്തിക്കഴിയുമ്പോൾ റോക്കറ്റ് ചരിയുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് റോക്കറ്റുകൾ ലോഞ്ചിങ് പാഡിൽ നിന്നും ഉയരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് റോക്കറ്റുകളുടെ ചലനമാണ്. ഏകദേശം ഒരു മണിക്കൂറിൽ 28,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന വേഗത കൈവരിച്ചാൽ മാത്രമേ ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റിന് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, നമ്മളൊരു കല്ല് വലിച്ചെറിയുകയാണെങ്കിൽ അത് ഭൂമിയുടെ ആകർഷണ ബലം വിട്ട് പുറത്തു പോകാൻ സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കണം. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സത്യത്തിൽ പാലായന പ്രവേഗത്തോടു കൂടി ചലിക്കുന്ന ഒരു റോക്കറ്റിന് മാത്രമേ ഒറ്റയടിക്ക് ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോകാൻ സാധിക്കൂ. അതായത് ഒരു മണിക്കൂറിൽ 40,000 കിലോമീറ്റർ വേഗത കൈവരിച്ചാലേ ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ച ഉടനെ ഭൂമിക്ക് പുറത്തു പോകാൻ സാധിക്കൂ.
അത് കൂടാഞ്ഞിട്ട് മറ്റൊരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്, ഒരു സെക്കൻഡറി എസ്കേപ്പ് വെലോസിറ്റി ഭൂമിക്കുണ്ട്. അതെന്ന് പറയുന്നത് 7 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ റോക്കറ്റുകളൊക്കെ സഞ്ചരിക്കുന്ന 28,000 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്. ഇത് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വെലോസിറ്റിയിൽ പോയിട്ട് നമ്മൾ ചരിഞ്ഞ് റോക്കറ്റ് വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഉപഗ്രഹം വിടുകയാണെങ്കിൽ അത് ഭൂമിയെ ചുറ്റാൻ ആരംഭിക്കുന്ന ഒരു ഹൈറ്റിൽ എത്തിച്ചേരും, ഒരു ഉയരത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് നമുക്ക് പിന്നീടുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റോക്കറ്റുകൾ സഞ്ചരിക്കുന്ന മിനിമം വേഗത എന്ന് പറയുന്നത് 28,000 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് ലോഞ്ച് പാഡിൽ നിന്ന് തന്നെ ഇതിന് കിട്ടുന്നില്ല. മുകളിലേക്ക് പോകുന്തോറും ഭാരം കൂടിയ റോക്കറ്റിന്റെ ഭാഗങ്ങളും ത്രസ്റ്റ് കൊടുക്കുന്ന എഞ്ചിനും എല്ലാം ഊരി വീണതിന് ശേഷം മുകളിലേക്ക് പോകുന്തോറും വേഗത കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടും റോക്കറ്റുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ഘട്ടത്തിലും വേർപെടുന്ന ഭാഗങ്ങൾ കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യയിൽ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്റർ ബംഗാൾ ഉൾക്കടലിന്റെ സൈഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം കെന്നഡി സ്പേസ് സ്റ്റേഷൻ ആയാലും എല്ലാം തന്നെ കടലിന്റെ ഭാഗത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കടലിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആളപായം ഉണ്ടാകാതിരിക്കുക. മിഷൻ ഫെയിലാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ കടലിലാണ് പതിക്കുക. അത് മാത്രമല്ല, ഇതിന്റെ ഓരോ റോക്കറ്റുകളുടെയും ഇന്ധനം തീരുമ്പോൾ ഇവ ഊരി വീഴുന്നത് കടലിലേക്കാണ്. വളരെ ഉയരത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ നമുക്കറിയാം, ഘർഷണം മൂലം, ഫ്രിക്ഷൻ മൂലം ഇത് ഉരഞ്ഞ് കത്തി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിശക്തമായ വേഗതയിൽ കടലിൽ പതിക്കുന്ന വസ്തു രക്ഷപ്പെടില്ല. കടലിൽ പതിക്കുന്ന ഇന്ധന ടാങ്കുകൾ തകർന്നു പോകാനാണ് പതിവ്. പക്ഷേ സ്പേസ് ഷട്ടിലൊക്കെ വിക്ഷേപിക്കുന്ന ഇന്ധന ടാങ്കുകളിൽ പ്രത്യേകതരം പാരച്യൂട്ടുകൾ ഘടിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത കുറഞ്ഞ് കടലിൽ പതിക്കുകയും സ്പെസിഫിക് ആയിട്ടുള്ള ബോട്ടുകളിൽ പോയിട്ട് അതിനെ തിരിച്ചെടുത്ത് റീയൂസബിൾ ചെയ്യാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ എലൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി പ്രധാനമായിട്ടും ഫാൽക്കൺ ഹെവി റോക്കറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ പാർട്ടിൽ നിന്നും അടർന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് അതിൽ കുറച്ച് ഇന്ധനം സൂക്ഷിച്ചിരിക്കും. ഈ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് വേഗത കുറച്ച് റോക്കറ്റുകൾ ലോഞ്ച് പാഡിനടുത്തുള്ള ഒരു പ്രദേശത്ത് സ്വയം ഇറങ്ങി വന്ന് നിർത്തുന്ന, സ്വയം ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ടെക്നോളജി വികസിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം റോക്കറ്റുകൾ ചെലവ് കുറയ്ക്കും. കാരണം പിന്നീട് നമുക്ക് മറ്റൊരു ഇന്ധന ടാങ്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി അടുത്ത വിക്ഷേപണത്തിന് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സാധാരണ രാജ്യങ്ങൾ നടത്തുന്ന റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന തീർന്ന ഇന്ധന ടാങ്കുകൾ കടലിൽ വീണ് നശിച്ചു പോകാറാണ് പതിവ്. അത് മിക്കവാറും റീയൂസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇത്തരത്തിൽ അടർന്നു വീഴുമ്പോൾ ചില ഭാഗങ്ങൾ വളരെ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്, അവ കത്തിപ്പോകുന്നു. ഏറ്റവും പേലോഡിന്റെ അടുത്ത് കിടക്കുന്ന, അതായത് നാവിഗേഷൻ സിസ്റ്റത്തിന്റെ തൊട്ടു താഴെ വരെയുള്ള റോക്കറ്റുകൾ ഏറ്റവും മുകളിൽ എത്തിയതിനു ശേഷമാണ് വേർപെടുന്നത്. അവ സ്പേസ് വേസ്റ്റുകളായിട്ട് ഭൂമിയെ കുറേ കാലം വലം വയ്ക്കുകയും പതുക്കെ തീ പിടിച്ച് ഭൂമിയിലേക്ക് വീണ് നശിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ളവയാണ് പ്രധാനമായിട്ടും ആകാശത്തിൽ കാണപ്പെടുന്ന മലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത്. ഉപഗ്രഹങ്ങളെക്കാൾ കൂടുതൽ റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് ബഹിരാകാശത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റിന്റെയും ഫ്യൂവലിന്റെയും കാര്യം ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും അമേരിക്ക അല്ലെങ്കിൽ ഇപ്പോൾ സ്പേസ് എക്സ് ഒക്കെ ഫാൽക്കൺ ഹെവി റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് പെട്രോളിയം ഇന്ധനങ്ങളാണ്. പെട്രോളിയം നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രത്യേകതരം കെറോസിൻ, മണ്ണെണ്ണയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇന്ധനമാണ്. RP1 എന്ന് പറയുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്ധനം. ഓക്സിഡൈസർ ആയിട്ട് പ്രധാനമായിട്ടും ഓക്സിജൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം രാസസംയുക്തങ്ങൾ റോക്കറ്റ് എഞ്ചിന്റെ നോസലിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. RP1 പുറമെ മീഥൈൻ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രൊപ്പലന്റ് ആയിട്ട് നമുക്ക് റോക്കറ്റുകളെ വിക്ഷേപിക്കാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രൊപ്പലന്റുകളുണ്ട്. സോളിഡ് പ്രൊപ്പലന്റുകൾ, അതായത് ഖരരൂപത്തിലുള്ള പ്രൊപ്പലന്റുകളുണ്ട്, ലിക്വിഡ് പ്രൊപ്പലന്റുകളുണ്ട്, ഗ്യാസ് പ്രൊപ്പലന്റുകളുണ്ട്. നമുക്കറിയാം, ഖരരൂപത്തിലുള്ള വസ്തുക്കൾക്ക് വ്യാപ്തം കുറവാണെങ്കിലും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ വെടിമരുന്നെന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റോക്കറ്റ് ഇന്ധനത്തിന്റെ ഒരു ചെറിയ വകഭേദമാണ്. അപ്പോൾ അതിനെ നമുക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖരരൂപത്തിലുള്ള പ്രൊപ്പലന്റുകൾ പിന്നെ നമുക്ക് ജ്വലനം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒറ്റ തവണ മാത്രമേ ഇഗ്നൈറ്റ് ചെയ്യാൻ സാധിക്കൂ. ലിക്വിഡ് ഫോംസിലാണ് ഇരിക്കുന്നത് എങ്കിൽ വളരെ കൂളായിട്ട് അത് വെക്കണം, വളരെ തണുപ്പിച്ച് നിർത്തണം. പക്ഷെ നമുക്ക് ആവശ്യാനുസരണം നോസൽ അടച്ചും അതുപോലെ തന്നെ ഇഗ്നൈറ്റർ ഓഫാക്കിയും ഒക്കെ നമുക്ക് അതിന്റെ ജ്വലനം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഗ്യാസിന്റെ രൂപത്തിലാണ് ഉള്ളതെങ്കിൽ വളരെയധികം സ്ഥലം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വലിപ്പം വർദ്ധിക്കും. അതുകൊണ്ട് പ്രധാനമായിട്ടും ഖരരൂപത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ക്രയോജനിക് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ്. വളരെ താഴ്ന്ന താപനിലയിൽ ഹൈഡ്രജൻ സൂക്ഷിച്ചതിന് ശേഷം അത് കത്തിച്ചുകൊണ്ട് പോകുന്നതാണ്. അതൊക്കെ ലിക്വിഡ് ഫോമിലുള്ള പ്രൊപ്പലന്റുകളും ഓക്സിഡൈസറുകളും ഒക്കെയാണ് റോക്കറ്റിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്.
റോക്കറ്റിന്റെ പുറംപാളി മിക്കവാറും അലുമിനിയം കൊണ്ടോ കാർബൺ ഫൈബർ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഒക്കെയാണ് നിർമ്മിക്കാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ വളരെയധികം ഫ്രിക്ഷൻ ഉണ്ടാകും. താഴേക്ക് വരുന്നതിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ചൂട് വളരെയധികം ഉണ്ടാകും. ഈ ചൂടിനെ തടുക്കണം, അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ഇന്ധനം ചൂടാകാതെ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഒരു റോക്കറ്റ് വിക്ഷേപണം എന്ന് പറയുന്നത്. റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ ജലബാഷ്പമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാകാറുള്ളത്. ക്രയോജനിക്കിലൊക്കെ പ്രധാനമായിട്ടും ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. മീഥൈനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പ്രൊപ്പലൻ്റായിട്ട് മീഥൈനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റോക്കറ്റിന്റെ പ്രൊപ്പൽഷനും അതുപോലെ തന്നെ സിസ്റ്റത്തിനും ഒന്നും വായു ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭ്രമണപഥത്തിന്റെ സ്ഥാനം മാറ്റുകയും ശൂന്യതയിൽ ഭ്രമണപഥം മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ജ്വലനം മാത്രമല്ല ത്രസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് അയണൈസ് ചെയ്തിട്ടുള്ള ഇന്ധനങ്ങൾ പ്രൊപ്പലൻ്റായിട്ട് ഈ സാറ്റലൈറ്റുകൾക്ക് അകത്ത് ചെറിയ റോക്കറ്റുകളായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതായത് അയണൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ചുള്ള ചാർജ് കാണും ആ ഫ്യൂവലിന്. അതിനെ മാഗ്നറ്റിക് വേരിയേഷൻ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വെലോസിറ്റി കിട്ടും. ഇപ്പോൾ ഹൈ പ്രഷറിലും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു അയണൈസ് ചെയ്ത ഒരു ഇന്ധനമാണ് എങ്കിൽ അതിനെ മാഗ്നറ്റിക് വേരിയേഷൻ വരുത്തിക്കൊണ്ട് പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ചെറിയ റോക്കറ്റ് വഴി വിടുമ്പോൾ എതിർദിശയിലേക്ക് ആ പേടകങ്ങൾക്ക് ചലിക്കാൻ സാധിക്കും. അത്തരത്തിൽ ബേൺ ചെയ്യാതെ തീ കത്തിക്കാത്ത രീതിയിലും റോക്കറ്റുകൾ സ്ഥാനം മാറ്റാൻ കഴിയുന്ന ടെക്നോളജി നിലവിലുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബഹിരാകാശത്ത് കറങ്ങുന്ന സാറ്റലൈറ്റുകൾക്ക് ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സ്ഥാനമാറ്റങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. റോക്കറ്റുകളുടെ ഓരോ പാർട്ടിലും നാവിഗേഷൻ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് വീഴുന്നത്, അതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ്, ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതെല്ലാം കമ്പ്യൂട്ടറിൽ തെളിയുന്നത് കൊണ്ട് തന്നെ എല്ലാം റിക്കവർ ചെയ്യാനും അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാനും എല്ലാത്തിനുമുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണ്. ആവശ്യത്തിന് വെലോസിറ്റി കിട്ടാത്ത റോക്കറ്റുകളാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് വെലോസിറ്റി കിട്ടാതാവുകയോ അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം കംപ്ലൈൻറ്റ് വരികയോ ചെയ്യുന്ന റോക്കറ്റുകളാണ് വിക്ഷേപണത്തിൽ പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോക്കറ്റിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ എങ്ങനെയാണ് റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കിയ വിശദീകരണം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ എങ്ങനെയാണ് സാറ്റലൈറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.